എല്ലാവർക്കും നമസ്കാരം. ഫയർ സ്റ്റേഷൻ ഓഫീസ് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡൗട്ടുകൾ കാണും. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ എങ്ങനെയായിരുന്നു, എത്ര പേർ മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നു, എത്രയായിരുന്നു കട്ട് ഓഫ് മാർക്ക്, ഒന്നാം റാങ്ക് കിട്ടിയ മാർക്ക് എത്രയായിരുന്നു, അതൊക്കെ അറിയാൻ ആഗ്രഹം കാണും. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണിത്. ഈ പോസ്റ്റിലേക്ക് നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുകയാണ് എങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. മാസ്റ്റർ കെ അക്കാഡമി ഓൾറെഡി ഇതിൻ്റെ ബാച്ച് ആരംഭിച്ചു. രണ്ടാമത്തെ ബാച്ച് ആരംഭിക്കാൻ പോകുന്നത് ഈ മാസം 15-ാം തീയതിയാണ്. ഓക്കെ, നമുക്ക് നേരെ പഴയ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. 2020 പഴയ നോട്ടിഫിക്കേഷൻ വന്നത്. 93/2020. ഡിപ്പാർട്ട്മെന്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആണ്. പോസ്റ്റിന്റെ പേരെന്താണ്? സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി. പഴയ ശമ്പളമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. എന്താണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്? 20 മുതൽ 31. ഇവിടെ ഡൗട്ട് ഉണ്ട്. പുതിയ നോട്ടിഫിക്കേഷൻ വന്നാലേ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. ചിലപ്പോൾ ഏജ് കുറച്ചുകൂടെ മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്കത് പുതിയ നോട്ടിഫിക്കേഷൻ കൺഫേം ചെയ്യാം. ഇനി എല്ലാവർക്കും അറിയുന്ന ക്വാളിഫിക്കേഷൻ ആണ്. എന്ത് ക്വാളിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും? ഞാൻ വായിക്കാം. എസെൻഷ്യൽ, ഏറ്റവും അനിവാര്യം വേണ്ടത് ഗ്രാജുവേഷൻ ഇൻ സയൻസ് ഫ്രം റക്കൂൺ യൂണിവേഴ്സിറ്റി, പ്രിഫറബിൾ ഇൻ കെമിസ്ട്രി. അതായത് കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ഒരു ഡിഗ്രി വേണം, ഗ്രാജുവേഷൻ വേണം. സബായിട്ടെങ്കിലും, മെയിൻ സബ്ജക്റ്റ് പറയുന്നില്ല, സബായിട്ടെങ്കിലും അവർ എന്ത് പഠിച്ചിരിക്കണം? കെമിസ്ട്രി. അതാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അല്ലാതെ നിങ്ങൾ പ്രിഫറബിൾ പറയുന്നുണ്ട്, എ ഗുഡ് റെക്കോർഡ്സ് ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ് പറയുന്നുണ്ട്. പക്ഷേ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്താണ്? ഒരു ഡിഗ്രി വേണം, സയൻസ് ഡിഗ്രി വേണം, അവിടെ കെമിസ്ട്രി നിങ്ങൾ പഠിച്ചിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാര്യം. ഇനി നമുക്ക് നോക്കാം, കഴിഞ്ഞ തവണത്തെ ഏറ്റവും ടോപ്പ് മാർക്ക് എത്രയായിരുന്നു, എത്രയായിരുന്നു കട്ട് ഓഫ് മാർക്ക്, എത്ര ഒരു മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നു നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. കഴിഞ്ഞ തവണത്തെ ഒന്നാം റാങ്ക് എന്ന് പറയുന്ന 53 മാർക്കാണ് വാങ്ങിച്ചത്. ഇന്റർവ്യൂള്ള പോസ്റ്റാണ് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ എക്സ്ട്രാ വെയിറ്റേജ് മാർക്കുകളും പോയിട്ടുണ്ട്. ഞാൻ തിയറി മാർക്ക് മാത്രമേ പറയുന്നുള്ളൂ. 53 മാർക്ക് പിടിച്ച് വിനീതിലായിരുന്നു ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുന്നത്. രണ്ടാം റാങ്കിന്റെ മാർക്ക് 52.33. അനന്തൂരാണ് മൂന്നാം റാങ്ക് കിട്ടിയിരുന്നത് 50.67. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ആകെ എത്ര പേര് ലിസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം. അവിടെ ആകെ 28 പേരാണ് ആകെ ലിസ്റ്റ് ഉണ്ടായിരുന്നത്. കട്ട് ഓഫ് മാർക്ക് 36.67 മാർക്കാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വലിയ ലിസ്റ്റ് ഒന്നും വരത്തില്ല. ആകെ കഴിഞ്ഞ തവണ 28 പേരാണ്. ഈ തവണ ചിലപ്പോൾ 10, 15, 20 ആയിരിക്കും വരുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക. ആ ഒന്നാം റാങ്ക് കിട്ടിയ മാർക്ക് ഒന്നുകൂടെ പറയുന്നു. ഒന്നാം റാങ്ക് കിട്ടിയ മാർക്ക് 53.00 ആണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കി, നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, നന്നായിട്ട് പഠിക്കുന്നു, പഠിച്ചൊരു 60 മണ്ടയ്ക്ക് മാർക്ക് വാങ്ങിക്കുന്നു, ഫിസിക്കലി പാസ്സാകുന്നു, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒന്നാം റാങ്ക് കിട്ടും, ജോലിയും കിട്ടും. വേക്കൻസി ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഉറപ്പായിട്ടും പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ട് ജോലി കിട്ടും. ഒരു അനുഭവം ഞാൻ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ എക്സാം ഞാൻ എഴുതിയിരുന്നു. എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി ഞാൻ ഫോൺ ഓൺ ചെയ്തപ്പം ഒരുപാട് മെസ്സേജുകൾ, സാർ നമ്മൾ പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ വന്നു, ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നു. അപ്പോൾ അതുകൊണ്ട് പറയട്ടെ, ഞങ്ങൾ ഫോക്കസ്ഡായിട്ടാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ പുതിയ ബാച്ച്, മാസ്റ്റർ കെ അക്കാഡമി പുതിയ ബാച്ച് ഈ മാസം 15-ാം തീയതി, ജൂൺ 15-ാം തീയതി ആരംഭിക്കാൻ വേണ്ടി പോവാണ്. എത്രയും പെട്ടെന്ന് പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക. ഇപ്പം തന്നെ ഒരു ബാച്ച് കംപ്ലീറ്റ് ആയി, സെക്കൻഡ് ബാച്ചാണ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. സെക്കൻഡ് ബാച്ചിലേക്കാണ് അഡ്മിഷൻ എടുക്കുക.